ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്നു ഒരു വസ്തു എന്നാലായതൊക്കവയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കൊണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണമതേ. എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ചന്ദ്രചൂട അവണ്ണമെല്ലാം ഇരിക്കുന്ന ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായി, ആധിഭൗതികങ്ങളായി, ആധിദൈവികങ്ങളായി, ഇങ്ങനെ ബഹുവിധങ്ങളായിരിക്കുന്ന സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയിങ്കൽ ആരിവിടെ രക്ഷിതാവോ എന്നല്ലേ. ചന്ദ്രചൂടൻ ഭവാന്മാരെ രക്ഷിക്കണേ. ആര് ചന്ദ്രചൂടനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്? ചന്ദ്രകലാധരനായി സകല ലോകൈകനാഥനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ടു കൽപ്പിച്ചത് ആയത് കൊള്ളാം. നല്ല ശിക്ഷാപ്പഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ടോ തന്തുരുവടിയെ പോലെ മറ്റാരും തന്നെയില്ല. എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറാ. ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരന്റെ പരമഭക്തനായി കലേശകുല കലശാർണവപൂർണചന്ദ്രനായി മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ പാശുപതാസ്ത്രലബ്ധിക്കായിക്കൊണ്ട് കൈലാസപർവതത്തെ പ്രാപിച്ച് പഞ്ചാഗ്നി മധ്യസ്ഥനായിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരനെ അതികഠിനമാകും വണ്ണം തപസ് ചെയ്യുന്ന വൃത്താന്തം ഭഗവാൻ നാരദമുഖത്തിങ്കൽ നിന്നറിഞ്ഞ് ഒരു കാട്ടാള വേഷത്തെ സ്വീകരിച്ച് കിരാതീരൂപധാരിണിയായിരിക്കുന്ന ദേവിയോടും മൃഗയോപകരണങ്ങളാകിയ ഭൂതഗണങ്ങളോടും കൂടി കൊട്ടിയാർത്ത ആഘോഷിച്ചു പുറപ്പെട്ട് ഓരോരോ വനപ്രദേശങ്ങൾ അതിക്രമിച്ച് അർജുനന്റെ സമീപത്തെ പ്രാപിച്ച് അർജുനനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഒരു കാരണത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് വർത്തിക്കുന്ന സമയത്തിങ്കൽ മൂകൻ എന്നൊരസുരൻ ഒരു കപടകിടി വേഷത്തെ സ്വീകരിച്ച് അർജുനനെ നിഗ്രഹിപ്പാനായിക്കൊണ്ട് അർജുനന്റെ നേർക്കടുത്ത അവസരത്തിങ്കൽ ആ അസുരൻ അർജുനന്റെയും ഭഗവാന്റെയും അസ്ത്രം തട്ടി
മൃതനായ അവസരത്തിങ്കൽ കാട്ടാളൻ അർജുനനോട് ഓരോരോ ചോദ്യങ്ങളെ ചോദിച്ച അവസരത്തിങ്കൽ കുപിതനായ അർജുനൻ കാട്ടാളനോട് ഓരോരോ വാക്കുകൾ പ്രത്യുത്തരമായിട്ട് പറയുവാൻ ആരംഭിപ്പൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്? രേ ക്ഷുദ്രാത്മൻ കിരാത സ്വഗണപരിവൃതാക്ഷുല്ലകൈ സാർത്ഥമേഭി മാർഗാൻ മാർഗന്നഭീഷ്മം ഗിരിതടഭുവി നോവേത്സി വൃതാനിരജ്ഞം അജ്ഞാത്വാ തത്വതോ മാം അമരപുരവധൂഗീയമാനപദാനം യുദ്ധായാസി പ്രവൃത്ത ഫലമനുഭവാസ്യ അവിവേകസ്യ സദ്യ. അല്ലേ കിരാതൻ, അല്ലേ കാട്ടാളൻ, ഇങ്ങനെ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ കിരാത രൂപധാരിയായിട്ടുള്ള ഭഗവാനോട് ഓരോരോ വാക്കുകൾ പറയാനായിട്ട് ആരംഭിച്ചുല്ലോ. ആ ഭഗവാൻ അർജുനന്റെ തപസ് വേണ്ടും വിധത്തിലായിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ അർജുനന്റെ മനസ്സിൽ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം നശിപ്പിച്ചിട്ട് വേണം പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട്. ആ പാശുപതാസ്ത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരി അല്ലാത്തവന്റെ കയ്യിൽ ലഭിച്ചാലേ ലോക നന്മ ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിലോ അഹങ്കാരിയായിട്ടുള്ള ഒരുത്തന്റെ കയ്യിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ശേഷമുള്ളവരെല്ലാവരും ഭയപ്പെട്ട് ജീവിക്കണം. പാശുപതം തൊട്ടാ സൂക്ഷിച്ചു പോയാ മതി. അങ്ങനെ പേടിച്ച് ജീവിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ വേണ്ടു വിചാരം ഇല്ലാത്ത അവസ്ഥയാവും ഉണ്ടാവുക അഹങ്കാരം ഉണ്ടെങ്കിൽ. അപ്പൊ എന്താ അർജുനന് സ്വതേ അഹങ്കാരം ഉണ്ട്. എന്താ അഹങ്കരിക്കാൻ പാകത്തിനുള്ള പലതും ഉണ്ട്. എന്താ അർജുനൻ ജനിച്ചിട്ടുള്ള വംശം അതികയമായിട്ടുള്ള വംശ ചന്ദ്രവംശം ഇല്ലേ? അപ്പൊ അഹങ്കാരം ഉണ്ടാവില്ലേ? അത് മാത്രല്ല എന്താ വിദ്യാഭ്യാസം. സ്വതേ ഈ വിദ്യാഭ്യാസം എന്തിനാ വേണ്ടത്? അഹങ്കാരം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ അർജുനന് വിദ്യാഭ്യാസം ഉണ്ടായപ്പോ അഹങ്കാരം ഉണ്ടാവുക ചെയ്തു. ദ്രോണാചാര്യ ശിഷ്യൻ അർജുനനെ പോലെ വില്ലാളിയായിട്ട് വേറെ ആരും ഇല്ല. അതുപോലെയുള്ള അഭിമാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അർജുനനുള്ളത്. അപ്പോ അഹങ്കരിക്കാൻ പാകത്തില്ല. അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ എന്താ അർജുനന്റെ അവസ്ഥ? എന്താ തന്റെ ഭക്തനാ അല്ലേ? തന്റെ ഭക്തനായിട്ടുള്ള ഒരാൾക്ക് എന്താ അഹങ്കാരം ഉണ്ടായാൽ തനിക്കാ മോശം. എന്താ അഹങ്കാരം ഉണ്ടായാൽ കഴിഞ്ഞതോടുകൂടി മേപ്പട്ടേക്ക് ഉണ്ടാവില്ല, കിഴക്കോട്ടേക്ക് ആയിരിക്കും. അപ്പോ ഈ പാശുപതാസ്ത്രം കൂടി കിട്ടിയാലെന്താ അഹങ്കാരത്തിന് ഒരളവും ഉണ്ടാവില്ല. അപ്പൊ അഹങ്കാരം ഇല്ലാതെ കണ്ടാക്കിയിട്ട് പാശുപതാസ്ത്രം കൊടുക്കണം എന്ന് നിശ്ചയിച്ച് ഒരു കാട്ടാളന്റെ വേഷമൊക്കെ കിട്ടി നേരെ അർജുനന്റെ അടുത്തേക്ക് ചെന്നു. അർജുനന്റെ അടുത്ത് ചെന്ന് അർജുനനോട് ഇന്ന് യുദ്ധം ചെയ്യണം നിരീച്ചട്ടാ ചെല്ലണ്ടായിരുന്നത്. എന്താ അങ്ങനെ ചെല്ലാൻ കാരണം? എന്താ യുദ്ധം ചെയ്യാൻ എന്താ നിശ്ചയിച്ചത്? അഹങ്കാരം നശിപ്പിക്കാൻ പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? അഹങ്കാരം ഇല്ലാണ്ടാവുക എങ്ങനെയാ? എന്താ അഹങ്കാരം സ്വതം എങ്ങനെയാ ഉണ്ടാവുന്നത്? ശരീരത്തിന്റെ പ്രാപ്തി കൊണ്ട് അഹങ്കാരം ഉണ്ടാവുക അല്ലേ? ഇപ്പൊ എന്താ ആ ശരീരപ്രാപ്തി ഇല്ലാണ്ടിയാക്കുക. ഇല്ലാണ്ടിയാക്കിയാൽ അഹങ്കാരം ഇല്ലാണ്ടിയാവില്ലേ? അതികേമനായിട്ടുള്ള അർജുനൻ ഒരു കാട്ടാളൻ അവന്റെ അഹങ്കാര ശരീരപ്രാപ്തി ഇല്ലാണ്ടിയാക്കി എന്ന് പറഞ്ഞാൽ ഇതിലും വേറെ നാണക്കേട് വേറെ ഉണ്ടോ? അഭിമാനക്ഷതല്ലേ ഉണ്ടാവാൻ പോണത്. അപ്പൊ എന്താ അഹങ്കാരം ഇല്ലാണ്ടിയാവുക ചെയ്യുക. അപ്പോ അർജുനനായിട്ട് യുദ്ധം ചെയ്യണം നിശ്ചയിച്ച് പക്ഷേ ഭഗവാൻ അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്താ അർജുനൻ ഇങ്ങോട്ട് പ്രയോഗിക്കണം. എന്താ കാരണം വെച്ചാൽ ഭഗവാൻ അങ്ങോട്ട് പ്രയോഗിച്ച് ഭഗവാൻ തുടക്കം കുറിച്ചാൽ എന്താ ഉണ്ടാവുക എന്നല്ലേ? ശേഷമുള്ളവരൊക്കെ എന്താ പറയുക? എല്ലാവരും അറിയും ഭഗവാനാണ് കാട്ടാളനായിട്ട് വന്നിട്ടുള്ളത്. അർജുനനെ നേരെ അവിടെ ചെന്നു. അർജുനന്റെ ചകടത്തിൽ രണ്ടെണ്ണം കൂടെ കൊടുത്ത അർജുനന്റെ കഥ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കഥ കഴിഞ്ഞപ്പോ ലോകവാസികൾക്കൊന്നും എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്താ കേട്ടത് പറയാ, അത്രേ ഉള്ളൂ. അപ്പോ ആരെങ്കിലും ശിവനെ ഉപാസിക്കാൻ പുറപ്പെട്ട എന്താ ഇവിടെ വന്ന് കൂടിക്കണേ?
ഇവിടെ എന്താ വന്നു കൂടിക്കണത്? ഞാൻ ഭഗവാനെ ഉപാസിക്കാനാണ്. ഏത് ഭഗവാനെ? മഹാദേവന്. ആവശ്യമില്ലാത്ത പ്രവൃത്തിക്ക് പുറപ്പെടണ്ടാട്ടോ. എന്താ താൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ അർജുനന്റെ അവസ്ഥയാവും. എന്താ അർജുനന്റെ അവസ്ഥ? അർജുനൻ ഭഗവാനെ കഠിനമായിട്ട് തപസ് ചെയ്തു. അപ്പൊ ഭഗവാനായിട്ട് അർജുനന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അനുഗ്രഹിച്ചിട്ടുണ്ടാവൂലേ? അനുഗ്രഹിക്കലൊക്കെ ഉണ്ടായി. എന്താ അനുഗ്രഹം ഇങ്ങനെ ഉണ്ടായതെന്നുള്ളൂ. എന്താ രണ്ടങ്ങോട്ട് കൊടുത്തു, അർജുനന്റെ കഥയും കഴിഞ്ഞു. കഥ കഴിഞ്ഞു. എന്തിനിപ്പോ ഭഗവാൻ കഥ കഴിച്ചത് ആവോ? അപ്പോ ഭഗവാൻ തുടക്കം കുറിച്ച് ഇങ്ങനെ അപമാനം ഉണ്ടാവാൻ സാധ്യത ഇല്ലേ? അപ്പൊ എന്താ വേണ്ടേ? അർജുനൻ ഇങ്ങോട്ട് പ്രയോഗിക്കുക അല്ലേ? അർജുനെ തുടങ്ങിയത് ഞാനല്ല എന്ന് പറയാലോ ഭഗവാന്. അപ്പൊ അങ്ങനെ നിശ്ചയിച്ച് ഒരു കാരണം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാനല്ലേ പ്രതീക്ഷിക്കണേ കാരണം. അപ്പൊ എന്താ അതിന് മതിയായിട്ടുള്ളൊരു കാരണം അവിടെ ഉണ്ടായി. ആരാ? ദുര്യോധനൻ പറഞ്ഞയച്ചിട്ടുള്ള ഒരു അസുരൻ, മൂകൻ എന്ന് പേരായിട്ടുള്ള അസുരൻ ഈ അർജുനനെ നിഗ്രഹിക്കാൻ വേണ്ടി അവിടെ വന്നു. അവിടെ വന്നപ്പോ എന്താ അവനും നോക്കിയപ്പോ അവനും വളരെ അനുയോജ്യമായിട്ടുള്ള സമയ നായാട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ വേണ്ടതെന്ന് വിചാരിച്ചു, എന്നൊരു കാട്ടുപന്നിയുടെ രൂപം സ്വീകരിക്കുക. ആ പന്നിയുടെ രൂപം സ്വീകരിച്ച് നേരെ അങ്ങോട്ട് ചെന്ന് അർജുനെ അങ്ങോട്ട് തട്ടി മറിച്ചിടാം. അതോടുകൂടി അർജുനന്റെ കഥ കഴിയും എന്ന് വിചാരിച്ച ഒരു പന്നിയുടെ വേഷമൊക്കെ സ്വീകരിച്ച് അർജുനന്റെ നേർക്ക് ഓടി അങ്ങോട്ട് എടുത്തൂലോ. ഓടി ഇങ്ങനെ അടുത്ത അവസരത്തില് അർജുനന്റെ ദൈവാധീനം എന്ന് പറയാം. ആ തപസ്സിന് നിവർത്തിച്ച് നോക്കിയപ്പോഴാണ് ഒരു പന്നി തന്റെ നേർക്ക് ഇങ്ങനെ ഓടി വരുന്നു. ചുറ്റുഭാഗത്തൊന്നും നോക്കിയപ്പോ എന്താ നായാട്ട് നടക്കുകയാണ്. ചിലപ്പോ പന്നി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയതാവും എന്ന് വിചാരിച്ചു. പക്ഷെ തന്റെ നേർക്ക് തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ഒന്നുകൂടി നോക്കിയപ്പോ മനസ്സിലായി ഇത് സാധാരണ ഒരു പന്നിയല്ല. എന്താ സാധാരണ ഒരു പന്നിയല്ല എന്ന് പറയാൻ? ജീവരക്ഷാർത്ഥ ഓടണ പോലെ അല്ല അത് ഇങ്ങോട്ട് ഓടി വരുന്നത്, തന്റെ നേർക്കാ ഓടി വരുന്നേ. അത് മാത്രല്ല ഇതേതാ ഈ സാധനം വരുന്ന ഈ സത്വം എന്താണ് എന്നറിയാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോ എന്താ സൂക്ഷിച്ചു നോക്കിയതെന്നല്ലേ? കണ്ണാണ് അതിന്റെ സൂക്ഷിച്ചു നോക്കിയത്. അപ്പൊ മനസ്സിലായി എന്താ ഇത് വന്യായിട്ടുള്ള മൃഗല്ല. എന്താ കാരണം വെച്ചാൽ വേഷം മാറിയിട്ട് വന്നാലും എത്ര മായാവിയായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും കണ്ണ് മാത്രം മാറ്റാൻ പറ്റില്ല. അതാണല്ലോ ഈ കണ്ണ് പരിശോധനയ്ക്ക് ഇത്ര പ്രാധാന്യം. എവിടെ പോയി ഇങ്ങനെ ഇരിക്കണ കണ്ടിട്ടില്ലേ? എന്താ ഈ കണ്ണ് എല്ലാവരുടെ കണ്ണ് പോലെ ഒരേപോലെ ആളുടെ കണ്ണ് പോലെ വേറെ ആളുടെ കണ്ണുണ്ടാവില്ല. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും കണ്ണുകള്. അപ്പോ ഇത് കണ്ടപ്പോ എന്താ അതിക്രൂരായിട്ടുള്ള കണ്ണാ. അപ്പോ ഇത് ഏതോ ഒരു അസുരനാണ് എന്ന് മനസ്സിലായി എന്ന് മാത്രല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഈശ്വരനെ ഉപാസിച്ചുകൊണ്ടിരിക്കണ എന്റെ നേർക്ക് ഈ അസുരൻ എന്നെ ഉപദ്രവിക്കാൻ വരികയല്ലേ, ഇനി ഇവൻ എവിടെയും പോയി ഉപദ്രവിക്കരുത്. എന്നാ നേരെയാക്കാം ശരിച്ച് ആ ശരം ഗാന്ധീവൻ ധനുസെടുത്ത് അതില് ശരം കൊണ്ട് തൊടുത്ത അവസരത്തിലാണ് ഭഗവാൻ ശരെടുത്തുണ്ടല്ലോ, ഇതന്നെ സമയം എന്നാ നേരെയാക്കാം. ഭഗവാന്റെ പിന്നാകം ധനുസെടുത്തു നേരെ പന്നിയുടെ പിൻഭാഗത്ത് തൊടുത്തു എന്ന് മാത്രല്ല ഉറക്കം വിളിച്ചു പറയുന്നുണ്ട്, താമസൻ ആ കാട്ടുപന്നിയെ ഒന്നും ചെയ്യരുത്, ആ പന്നി ഒന്നും ചെയ്യരുത്, അത് എന്റെ രക്ഷയാണ്, പന്നിയെ ചെയ്യരുത്, ഒന്നും ചെയ്യരുത് പറയിട്ട്. ഭഗവാൻ അറിയാൻ ചെയ്യുന്ന എന്നാലും പറയേണ്ട ഒരു ചുമതലയുണ്ടല്ലോ. എന്താ വെച്ചാൽ അർജുനനോടൊന്ന് സംസാരിക്കാനൊരു വഴി ഉണ്ടാവണ്ടേ. അപ്പോഴാണ് അർജുനൻ അങ്ങനെ തൊടുത്തു നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടതേ. എന്താ ഒരു കാട്ടാളൻ പറയുക അതിനെ കൊല്ലരുത്. അപ്പൊ എന്താ അവനിങ്ങനെ പറഞ്ഞാൽ മതി, ഈ പന്നി തന്റെ നിറക്കാണ് ഓടി വരുന്നതേ. അപ്പൊ താൻ ഒന്നും ചെയ്യാണ്ടിരുന്നാ അത് തന്നെ ഒന്ന് മറിച്ചിടും. അപ്പൊ എന്താ അവന്റെ വാക്കൊന്നും കേൾക്കണ്ട നിശ്ചയിച്ച് നേരെ ആ ശരം പ്രയോഗിച്ചു. അർജുനൻ പ്രയോഗിച്ച അതേ സമയം ഭഗവാനും പ്രയോഗിച്ചു. ഭഗവാനും അർജുനനും ഒരേ സമയം പ്രയോഗിച്ച അവസരത്തില് ആ രണ്ട് അസ്ത്രങ്ങളും കൂട്ടിമുട്ടി. എങ്ങനെ കൂട്ടിമുട്ടുക? രണ്ടു പേരും എതിർഭാഗത്ത് നിന്നിട്ടല്ലേ അസ്ത്രം പ്രയോഗിക്കേണ്ടായത്. എങ്ങനെ കൂട്ടിമുട്ടിയതാണെങ്കിൽ അർജുനന്റെ ശരം ഈ പന്നിയുടെ മുഖത്തു കൂടെ കയറി, ഭഗവാന്റെയോ പന്നിയുടെ പൃഷ്ഠത്തിൽ കൂടെ കയറി. രണ്ടും കൂടി മുട്ടുണ്ടായത് ആ പന്നിയുടെ ഉള്ളിൽ വെച്ചിട്ടാ.
രണ്ടു കൂട്ടി അങ്ങോട്ട് മുട്ടി അങ്ങോട്ട് പോ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോ. ഞാൻ വിജയന്റെ അമ്പ അങ്ങോട്ട് പോ. ഞാൻ വിജയ ചന്ദ്രശേഖരന്റെ ഇങ്ങോട്ട് പോട്ടെ അങ്ങട്ടാ ഇങ്ങട്ടാ. വിജയനൊന്നും മില്ലിക്ക് പോവില്ല. പ്രത്യേകിച്ച് പറയേണ്ട സ്ഥലമാണ്. വിജയനൊന്നും അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പിന്നിലേക്ക് പോണ ആളല്ല. ഇല്ല പോവില്ല. എന്നാ ചന്ദ്രശേഖരൻ ഒട്ടും പോവില്ല. അങ്ങടെ ഇങ്ങട അങ്ങട ഇങ്ങട ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇത് മേപ്പെട്ടൊക്കെ അങ്ങോട്ട് പോയി. മേപ്പെട്ടൊക്കെ അങ്ങോട്ട് പോയപ്പോ എന്താ പന്നി രണ്ട് കഷ്ണായി, രണ്ട് പൊളിയായി അവിടെ കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ അർജുനൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കില്ല. അർജുനന്റെ ഈ തപോഭൂമിയിലാണ്, അർജുനൻ തപസ് ചെയ്യുന്ന ഈ ആശ്രമത്തിലാണ് ഈ പന്നി വന്ന സിദ്ധിയോട് കിടക്കണതേ. അപ്പോ ഇതിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിടാം, ഈ ആശ്രമ പരിസരം അശുദ്ധാക്കണ്ട നിശ്ചയിച്ച നേരെ ആ പന്നിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നപ്പോ ആ കാട്ടാളൻ ആ ആശ്രമത്തിൽ ഇങ്ങോട്ട് കേറി വരണ കണ്ടു. കേറി വരണ അർജുനൻ ആദ്യം എന്താ ആ കാട്ടാളനെ കണ്ടപ്പോ ക്രോധ വന്നത്. പക്ഷേ ആ തപശക്തി ഉണ്ടല്ലോ, തപസ് ചെയ്ത ആ അർജിച്ചിട്ടുള്ള ശക്തി കൊണ്ട് ആ ദേഷ്യത്തെ, ആ കോപത്തെ അടക്കിയെന്ന് മാത്രല്ല ആ കാട്ടാളനോട് എന്താ കാട്ടാളൻ, എന്താ ഇവിടേക്ക് പോകുന്നത്? കാട്ടാളൻ പറഞ്ഞത് ഞാൻ കേൾക്കാണ്ടിരുന്നിട്ടൊന്നുമില്ല. കേൾക്കാണ്ടിരുന്നിട്ടില്ല, അനുസരിച്ചിട്ടുണ്ടെന്നല്ലാട്ടോ പറഞ്ഞത്, കേൾക്കാണ്ടിരുന്നിട്ടില്ല എന്നാ പറഞ്ഞേ. കേൾക്കലൊക്കെ ഉണ്ടായി. എന്താ എന്ത് അധികാരത്തില് ഇവിടെ വന്ന എന്റെ ഈ ആശ്രമത്തില് ഈ പന്നിയെ ഞാൻ അസ്ത്രം പ്രയോഗിക്കരുത് എന്ന് പറയാൻ നിനക്കെന്താ അധികാരം? നിനക്കെന്താ അധികാരം ഇതിന് അസ്ത്രം പ്രയോഗിക്കാൻ? എന്താ അധികാരം കാട്ടാളൻ ചോദിച്ചത്? താപസൻ എന്താ അങ്ങ് ഇങ്ങനെ ചോദിക്കണത്? ഞങ്ങള് നായാടിക്കൊണ്ട് സഞ്ചരിക്കണ സമയല്ലേ, അപ്പോ ഈ കാട്ടുപന്നിയെ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഞാൻ തന്നെയാ. അപ്പൊ ഞാൻ അസ്ത്രം പ്രയോഗിക്കണ്ടേ? എന്റെ ലക്ഷ്യമായിരുന്നു ഇത്. അപ്പോ വേറെ ആരാ അസ്ത്രം പ്രയോഗിക്കുക? കാട്ടാളൻ, എങ്ങനെയാ നിനക്കത് ഉറപ്പിക്കാൻ പറ്റുന്നത്? എന്റെ അടുത്തേക്കാ ഈ കാട്ടുപന്നി വന്നത്. അപ്പൊ എന്നെ ആശ്രയിക്കാനാണെങ്കിലോ വന്നതെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ശരം പ്രയോഗിക്കേണ്ടായത്? ഇങ്ങനെ നീയെ അസ്ത്രം പ്രയോഗിക്ക ഹേതുവായിട്ട് നീ അപരാധം ചെയ്തേക്കണേ. അപരാധം ചെയ്തേക്കണെന്ന് മാത്രല്ല, എന്റെ സ്ഥിതിക്ക് എനിക്ക് നിന്നെ ശിക്ഷിക്കാം. ശിക്ഷിക്കാൻ അധികാരിയായിട്ടുള്ള ആളാ ഞാൻ. രണ്ടു തരത്തിൽ എനിക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം. എന്റെ തപോബലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തപശക്തി കൊണ്ട് വേണമെങ്കിൽ കാട്ടാളൻ നിന്നെ ഞാൻ അത് ശപിക്കും. ശപിച്ച് നീയ ഭസ്മായിട്ട് പോട്ടെ, അങ്ങനെ ശപിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇനി അത് വേണ്ട. പിന്നെയോ എന്റെ ബാഹുപരാക്രമം, എന്റെ കൈകളുടെ കൈത്തണ്ടയുടെ ബലം, ആ ബലം കൊണ്ട് എന്നെ എനിക്ക് ശിക്ഷിക്കാം. എന്റെ ഈ ഗാന്ധീവൻ ധനുസ്സുണ്ടല്ലോ, ആ ധനുസ് കൊണ്ട് വേണമെങ്കിൽ നിന്നെ എനിക്ക് ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടുക. എന്റെ കടമ്പ് മുമ്പിൽ പോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അർജുനൻ നേരെ ഭഗവാൻ വിചാരിച്ച എന്താ, അർജുനന്റെ അടുത്ത് ചെന്നാൽ അർജുനൻ നിങ്ങളുടെ അസ്ത്രം പ്രയോഗിക്കുന്ന വിചാരിച്ചതേ. ഇങ്ങനെ പോടുന്നതെന്ന് പറയും വിചാരിച്ചില്ല. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നേ. അതിനു വേണ്ടിയിട്ടല്ല, അർജുനനെ കൊണ്ട് അസ്ത്രം പ്രയോഗിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. എന്തായാലും ഞാൻ അസ്ത്രം പ്രയോഗിപ്പിക്കുന്നുണ്ട് എന്ന് നിശ്ചയിച്ച് അർജുനനോട് ഭഗവാൻ ഓരോ വാക്കുകൾ പറയാനായിട്ട് ആരംഭിച്ചു. അല്ലേ, താപസൻ, ഞാൻ പല തരത്തിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവര് പറയണത് കേട്ടിട്ടുണ്ട്. എന്താണല്ലേ, ഈ വനപ്രദേശത്തിങ്കലുള്ള ഹിംസ, മൃഗഹിംസ, അത് സ്വധർമ്മാണ് എന്ന് കേട്ടിട്ടുണ്ട്. സ്വധർമ്മോ, അവനവന്റെ കുലത്തിന്റെ ധർമ്മം ഇല്ലേ? ഓരോ കുലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്, ഓരോ പ്രവൃത്തി ചെയ്യണം എന്നുള്ള വ്യവസ്ഥയുണ്ട് ഇല്ലേ? ഇപ്പൊ പറയാൻ പാടില്ലാത്ത കാലാണ്, എല്ലാവർക്കും എന്തു ആവാന്നുള്ള അവസ്ഥയാ. പക്ഷെ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, അത് പറയാലോ, ഉണ്ടായിരുന്നു എന്ന് പറയാലോ. അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്ന അവസരത്തില് എനിക്ക് സംശയം തോന്നുക. എന്താ, ആരുടെ കുലധർമ്മ? അങ്ങേ പോലെയുള്ള താപസന്മാരുടെ കുലധർമ്മമാണോ അതോ ഞങ്ങളെ പോലുള്ള കാട്ടാളന്മാരുടെ കുലധർമ്മമാണോ ഈ മൃഗഹിംസനം?
മൃഗങ്ങളെ നിഗ്രഹിക്കല്. എന്താ സാരം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇങ്ങനെ താടിയും മുടിയൊക്കെ വളർത്തിയിരുന്ന ഈ മൃഗത്തിനെ കൊല്ലാനാണ് അവിടെ വന്നിരിക്കണതെന്നാ ചോദിച്ചതേ. പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ചെയ്യണത്? ഞങ്ങളുടെ ധർമ്മം അങ്ങ് ചെയ്യാൻ പുറപ്പെട്ടാൽ ഞങ്ങൾ പ്രവൃത്തി ഇല്ലാത്തവരാവില്ലേ? എന്തിനാവശ്യമില്ലാത്ത പ്രവൃത്തി പുറപ്പെട്ടാ ചെയ്യാൻ പുറപ്പെടുന്നു? അങ്ങനെയാ ചോദിച്ചേ. ഇപ്പൊ അങ്ങോട്ട് കേട്ടില്ലേ അർജുനന് ആ കാട്ടാളൻ പറയണത് അങ്ങോട്ട് കേട്ടപ്പോ മനസ്സിലാവാണ്ടിരുന്നൊന്നുമില്ല. എന്താ അർജുനൻ ബുദ്ധിയുള്ള ആളാ, അതിബുദ്ധിമാനായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആ അർജുനൻ ആ കാട്ടാളന്റെ വാക്കുകൾ കേട്ടിട്ട് കാട്ടാളൻ തന്നെയാണ് നീ. എന്താ അങ്ങനെയുള്ള ഓരോരോ വാക്കുകളാണ് നിന്റെ വായെന്ന് പറഞ്ഞത്. നീ ജന്മം കൊണ്ട് മാത്രല്ല കർമ്മം കൊണ്ടും കാട്ടാളനാണ്. എന്താ നീ എങ്ങനെയുള്ളവനാണ്? നിന്റെ വാക്കുകള് അതിക്രൂരാണ് എന്ന് പറഞ്ഞല്ലോ. പരിഹാസപാത്രമായിട്ടുള്ള രീതിയിലുള്ളതാണ് നിന്റെ വാക്കുകള്. എന്തുകൊണ്ടാ അങ്ങനെ വരാൻ കാരണം എന്താ? ക്ഷുദ്രാത്മാവാണ് നീ. ക്ഷുദ്രാത്മാവ് ദുഷ്ടബുദ്ധിയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത്രയും തപസ് ചെയ്തും കൊണ്ടിരിക്കണ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണ്ടോ? ഇങ്ങനെ പറയൂലേ? അത് കേൾക്കുന്ന സമയത്തെങ്കിൽ എനിക്ക് ഉറപ്പാവുണ്ട് ക്ഷുദ്രാത്മാവാണ് എന്നുള്ളത്. ആ എങ്ങനെയല്ലാണ്ടിരിക്കുക അല്ലേ? എന്താ ആരോട് എങ്ങനെ എന്തു വാക്കുകൾ പറയണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഒരു വാക്ക് പറയുന്ന അവസരത്തില് ആ വാക്കുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് ആലോചിച്ചും കണ്ടും വേണം പറയാൻ അല്ലേ? ഒരാളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ആലോചിക്കണം. വേണ്ടേ? ഏതൊരാളായാലും അങ്ങനെ ചെയ്യുന്നത്. നിനക്ക് അങ്ങനെയൊന്നും ആലോചിക്കാനുള്ള കഴിവില്ല. ക്ഷുദ്രാത്മാവാണ്, ദരിദ്രബുദ്ധിയാണ് നീ, അല്ലാണ്ട് വേറൊന്നുമല്ല. ആവാണ്ടിരിക്കില്ലല്ലോ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക്? എന്താ വിദ്യാഭ്യാസം വേണ്ട. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയ പെരുമാറുക, അതല്ലേ വിദ്യാഭ്യാസം എന്ന് പറയണത്. വിദ്യാഭ്യാസം ഇല്ല എങ്ങനെ ഉണ്ടാവുക? ഇനി വിദ്യാഭ്യാസം വേണ്ട. ഈ ആരെങ്കിലും കൂടെ ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവം കിട്ടില്ലേ? നല്ലവരായിട്ടുള്ളവരുടെ കൂടെ പെരുമാറി അവരുടെ സ്വഭാവമൊക്കെ കണ്ട് പഠിച്ചാൽ ചിലപ്പോ നല്ലവനായി എന്ന് വരും. പക്ഷേ നിന്റെ അവസ്ഥ എന്താ? നീ ആരുടെ കൂടെ ഉള്ളത്? നിന്റെ കൂടെ ആരാ ഉള്ളത്? സ്വഗണപരിവൃതല്ലേ? സ്വഗണം എന്ന് പറഞ്ഞ ശ്വാക്കള്, ശുനകന്മാര്. ആ ശുനകന്മാരല്ലേ കൂടെ ഉള്ളത്? കണ്ടോ? വലിയ ശുനകന്മാരൊക്കെ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ശുനകന്മാരുടെ കൂടെ കൂടി അവരുടെ സ്വഭാവമായിട്ട് നിനക്കും. ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടനൊക്കെ കണ്ടോ? എന്താണ് ശുനകന്മാരുടെ സ്വഭാവം? എന്താ? ആരെങ്കിലും മുൻപിൽ വന്നു കഴിഞ്ഞാൽ ഉറക്ക ശബ്ദം ഉണ്ടാക്കുക അല്ലേ? ആരാ വരണത്? ആ വരണവന്റെ യോഗ്യത എന്താണ് ഒന്നും നോക്കുന്നില്ലല്ലോ. അവന്റെ യജമാനൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ ഒരു കൂസലും ഇല്ല. എന്താ അതാണ്. അങ്ങനെയല്ലേ നീ എന്റെ മുമ്പിൽ വന്ന ഞാൻ ആരാണോന്ന് അറിയാണ്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് പറയണതല്ലേ നീ? അപ്പൊ എന്താ? ശ്വാക്കളുടെ സ്വഭാവമാണ് നിനക്ക്, അല്ലാണ്ട് വേറൊന്നുമല്ല. അത് മാത്രല്ല ശ്വാക്കളും ആയിക്കോട്ടെ. പിന്നെയോ കൂടെ ഉള്ളവരോ? ശ്വാക്കള് മാത്രമാണോ കൂടെ ഉള്ളത്? അതല്ല. പിന്നെയോ ക്ഷുല്ലകന്മാര്. ക്ഷുല്ലകന്മാര് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാട്ടാളന്മാര്. ഓടി ഇറങ്ങണോ? അതുപോലെയുള്ള ഓരോ കുട്ടിക്കാട്ടാളന്മാരോട് കൂടിയിട്ടുള്ളവരാണ് നീ. ആ കുട്ടിക്കാട്ടാളന്മാര് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കാട്ടാളന്മാര് നിന്റെ പ്രവൃത്തി കണ്ടിട്ടില്ലേ പഠിക്കണേ? അപ്പൊ എന്താ? നിനക്ക് അവര് പ്രവർത്തിക്കുമ്പോൾ അത് തിരുത്താനുള്ള ബോധമില്ല.
ഇപ്പൊ എന്താ അവനവൻ പഠിച്ചിട്ടുമില്ല, ശേഷമുള്ളവരെ പഠിപ്പിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളവനല്ലേ നീ? പിന്നെ നിനക്ക് എന്താ അറിയാമല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും അറിയില്ല എന്നല്ലേ പറയണ്ടായേ. നിനക്കൊരു കാര്യം വേണ്ട പോലെ അറിയാം. എന്താ? മാർഗങ്ങളെ മാർഗണം ചെയ്യാറിയാം. മാർഗങ്ങള് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോയിട്ടുള്ള വഴികള്. മൃഗങ്ങള് ഓരോരോ ദിക്കിലേക്ക് പൂണ്ടാവും. ആ പൂവുന്ന സമയത്ത് ആ പോയിട്ടുള്ള മൃഗങ്ങളുടെ കാലടികൾ കണ്ട് ഇന്ന മൃഗങ്ങൾ ഇന്ന ദിക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പിന്തുടർന്ന് ചെന്ന് മാർഗണം ചെയ്യുക, അതിനെ കൊല്ലുക. അതല്ലേ അറിയുള്ളൂ നിനക്ക്, അല്ലാണ്ട് വേറൊന്നും അറിയില്ലല്ലോ. എങ്ങനെ? അഭിഷ്ണം നല്ലപോലെ അറിയാം. എന്താ വെച്ചാൽ ഇവരുടെ ഈ ഭക്ഷണക്രമം തന്നെ എങ്ങനെയാണ്, എപ്പോഴും ഒരേപോലെ ഇല്ല. ഇന്ന് ഒരു മാംസം അയച്ചാൽ വേറെ മാംസമായിരിക്കും പിറ്റേ ദിവസം. അതിന്റെ പിറ്റേ ദിവസം വേറെ, അതിന്റെ പിറ്റേ ദിവസം വേറെ ഉണ്ടാവും, അതിന്റെ പിറ്റേ ദിവസം മുമ്പ് കഴിച്ചതാവും. അങ്ങനെയാണെങ്കിൽ ഇതെന്താ കാരണം വെച്ചാൽ ഇവർക്കൂല്ലേ, ഇത് എന്താ ഇതിന്റെ സ്വാദ് എന്ന് പറയില്ല കേട്ടോ. എല്ലാത്തിനും ഒരേപോലെ തന്നെ അല്ലേ സ്വാദ്? മാംസം എന്നല്ലേ പറയുള്ളൂ, എല്ലാത്തിന്റെ മാംസം ഒരേപോലെ അല്ലേ? കഴിച്ചവർക്ക് അറിയുള്ളൂ എന്താ വ്യത്യാസം എന്നുള്ളത്. നിനക്കൊക്കെ നല്ലോണം അറിയാം. അറിയാണ്ടിരിക്കൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ ഓരോരോ മൃഗങ്ങളുടെ പിന്നാലെ പോണത് അല്ലേ? ഒരു പ്രഭാതത്തിൽ എണീറ്റാൽ വേറെ പ്രവൃത്തി ഒന്നുമില്ല. ഇന്ന ഏത് മൃഗത്തിന്റെ പിന്നാലെ പോവുക ആലോചിച്ചിട്ടാ എണീക്കണതേ. എണീറ്റിട്ട് നോക്കുമ്പോ ഇവിടെ കുറെ കാലടി കാണാനുണ്ട്. ഇത് മാനിന്റെ കാലടിയാ. നന്ന് മാനാവാന്ന് പറഞ്ഞാൽ പിന്നാലെ പോകും. പിന്നെ അത് ചെന്ന് ആ മാനിനെ പിടിക്കുന്നു മാത്രല്ല എല്ലാവരും കൂടി വട്ടട്ടിരുന്ന കഴിക്കുക അല്ലേ? അയ്യോ കഷ്ടം, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പിറ്റേ ദിവസം ആയാലോ പിറ്റേ ദിവസം മാനാവില്ല. പിന്നെയോ പിറ്റേ ദിവസം വേറെ ഏതെങ്കിലും മൃഗത്തിന്റെ നോക്കി ചെന്ന്. അത് മാത്രല്ല, എങ്ങനെയാ നിങ്ങൾ പിടിക്കാൻ പോണത്? നീ മാത്രല്ല പുറപ്പെടുക, ഈ ശ്വാക്കളും പുറപ്പെടും. ഈ ശ്വാക്കളെ എന്തിനാ കൂടെ കൊണ്ട് കിടക്കണത്? ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ വേണ്ട രീതിയില് എവിടെയാ നടക്കണമെന്നല്ലേ? എവിടെ നടക്കണു എന്നാണെങ്കിൽ ഗിരിതടഭൂവില് ഈ ഗിരിതടം, ഈ പർവ്വത പ്രദേശം, ആ പർവ്വതത്തിന്റെ താഴ്വര പ്രദേശങ്ങളില് നീയെ ഓരോരോ മൃഗങ്ങളെ നോക്കിക്കൊണ്ട് നടക്കാൻ മാത്രമേ അറിയുള്ളൂ നിനക്ക്. അതുകൊണ്ടാ ഞാൻ നിന്നെ ക്ഷുദ്രാത്മാവ് എന്ന് വിളിക്കാനുള്ള കാരണം. വേറെ ഒന്നും അറിയില്ല, ഒരു കാര്യം മാത്രമേ അറിയില്ലേ. ചലത്തലേ ഇരിക്കണമെന്ന് കണക്കാക്കണ്ട. ഓരോ മൃഗങ്ങളുടെ അടുത്ത് ചെന്ന് അതിനെ പിടിച്ച് ഭക്ഷിക്കാന്നല്ലാതെ കണ്ട വേറെ എന്തെങ്കിലും കൊണ്ടുണ്ടോ നിന്നെ കൊണ്ട്? മാത്രം ഇങ്ങനെയുള്ള നീ എന്നെ കുറിച്ച് അറിയോ? ഞാൻ ആരെയാണ് നിനക്ക് അറിയണ്ടോ? എന്താ ഞങ്ങളെ കുറിച്ച് അറിയാൻ ചിലപ്പോ നിനക്ക് വഴിയില്ല. എന്താ അറിയാത്തതെന്നല്ലേ? രാജാക്കന്മാരുടെ വൃത്താന്തം, രാജാക്കന്മാരുടെ കഥ നിനക്ക് വല്ല അറിയോ? നിനക്ക് ഈ മൃഗങ്ങളുടെ പിന്നാലെ നടക്കുകയാണല്ലാതെ കണ്ട് രാജാക്കന്മാര് ചിലരുണ്ടോ മനസ്സിലായിട്ടോ? ഈ കാട് മാത്രല്ല, ഈ കാടിന് പുറത്ത് നാട് ഒന്നുകൂടി ഉണ്ട്. ആ നാട്ടില് എന്താ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിപ്പോ ഇങ്ങനെ ഇപ്പൊ പറയരുത് എന്നാ പറയുന്നത്. ഇപ്പൊ എങ്ങാനും പറയാൻ പുറപ്പെട്ടാൽ ശിക്ഷയുണ്ട് എന്നാണ്. ഇപ്പൊ എന്താ അത് മനസ്സിലാക്കാൻ പാകത്തിലുണ്ട്. എന്താ സാത്വിക ഗുണമുള്ളവര്, എന്താ രജോ ഗുണമുള്ളവര്, പിന്നെയോ സത്വ രജോ ഗുണമുള്ളവര്, പിന്നെയോ ശുദ്ധ രജോ ഗുണക്കാര്, തമോ ഗുണക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവര് നാട്ടിലുണ്ട്.
ആ നാട്ടിലുള്ളവരിൽ പ്രധാനികളായിട്ടുള്ളവരാണ് രാജാക്കന്മാര് എന്ന് പറയുന്നവര്, രാജ്യത്തെ രക്ഷിക്കുന്നവര്. എന്താ ആ രാജ്യത്തെ രക്ഷിക്കുന്നവരിൽ പ്രധാനമായിട്ടുള്ള രാജാക്കന്മാരിലുള്ളത് രണ്ട് വംശ. രണ്ട് വംശം എന്ന് പറഞ്ഞാൽ സൂര്യവംശം, ചന്ദ്രവംശം. അതില് ചന്ദ്രവംശത്തില് അതികേമന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട്. അവരുടെ രാജാക്കന്മാരുടെ വൃത്താന്തത്തെ കുറിച്ച് നിനക്ക് എന്തറിയണു? ഇനി രാജാക്കന്മാർ അനവധി ഉണ്ടോന്ന് പറയുണ്ടായില്ലോ. ഇനിയോ മാം അജ്ഞാത്വാ, എന്നെ നിനക്കറിയോ? ഞാൻ ആരാന്ന് നിനക്കറിയോ? എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കണ്ണുരുട്ടി കുരിയൊക്കെ വളർത്ത് ഓരോരോ വാക്കുകൾ പറയാൻ പുറപ്പെട്ടില്ലേ? എന്താ സ്വധർമ്മം അതോ ഇതോ എന്നൊക്കെ പറഞ്ഞൂലോ. ഞാൻ ആരാന്ന് പറഞ്ഞിട്ടാണോ നീ എന്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ പറയാൻ പുറപ്പെട്ടത്? ആരാ? ഞാൻ ആരാ? അജ്ഞാത്വാ തത്വതോ മാം, എന്റെ തത്വത്തെ കുറിച്ച് നീയെ അജ്ഞാനിയാണ്. നിനക്ക് എന്റെ തത്വം എന്താണ് എന്നുള്ളത് അറിയില്ല. ഞാൻ ആരാണ് എന്നറിയില്ല. ഞാൻ മധ്യമപാണ്ഡവനായിരിക്കുന്ന അർജുനനാണ്. എന്നെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇനി നീ കേട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതല്ലേ? എവിടെ ചെന്നാ കേൾക്കുന്നല്ലേ? നേരെ സ്വർഗത്തിലേക്ക് പോവാ. സ്വർഗത്തിൽ ചെന്നാൽ അവിടെ കേൾക്കാം. ആര്? അമരപുരവധുക്കള്, അമരപുരവധുക്കള്, അമരപുരത്തിലെ വധുക്കള്, അമരപുരം സ്വർഗസ്ത്രീകള്, സ്വർഗസ്ത്രീകള് ഗീയമാന അപദാനം, എന്റെ അപദാനങ്ങളെ അവര് ഗീയമാനമാകുന്നത്. എന്റെ അപദാനങ്ങള്, എന്റെ കേമത്വങ്ങള്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, ഞാൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികള് എന്തൊക്കെയുണ്ടോ ഞാൻ ചെയ്തതെല്ലാം അവര് ഗീയമാന അപദാനം അവര് പറയുന്നു. ആരെ? സ്വർഗസ്ത്രീകള് പറയും. സ്വർഗസ്ത്രീകള് ഭൂമിയിൽ ആരും ഇല്ലാണ്ടാണോ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞേ? കേട്ടാടാ, എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഒരു പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പാട്ടുകാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാവരും പാടും. ഒന്ന് പാടുക, ഒന്ന് തുടങ്ങും പാട്ട്. അങ്ങനല്ല, ഇപ്പൊ മനുഷ്യരായിട്ടുള്ളവരെ പാടാൻ പുറപ്പെടുക. എങ്ങനെയാ പാടാൻ പുറപ്പെടുക? എങ്ങനെ പുറപ്പെടും അല്ലേ? എന്താ കാരണം വെച്ചാൽ മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവര് ചിലപ്പോ പാടും. എന്നെ കുറിച്ചൊന്ന് പാടുക. ഇല്ലാന്നാണോ തല്ലിയാട്ടം കണ്ടിട്ട് എനിക്ക് തോന്നണത്? എന്നാന്ന് പാടുക. തരാം. അപ്പൊ അവര് ഓഹോ ആയിക്കോട്ടെ, കിട്ടണേന്റെ കനനുസരിച്ചേ പാടുള്ളൂ എന്നാ പറയാ. എത്രയാ കിട്ടണത് അത്രയാ പാടാം. അത് എത്ര പേര് പാടണോ അത്രയും പേർക്ക് കൊടുക്കണം കേട്ടോ. ഇത് പാടുക. വായോട് തെറ്റുകാരില്ല, അത് പാടുക. കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ കേമായിട്ട് ഇങ്ങനെ പാടാം. ഇവിടെയോ അമരപുരവധുക്കള് ദേവസ്ത്രീകള്. ദേവസ്ത്രീകൾക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ ഉണ്ടെങ്കിലേ വരുന്നവര്. മനുഷ്യ സ്ത്രീകളെ പോലെ കൊടുത്താ പാടല്ല, അവര് ഉണ്ടെങ്കിലേ പാടൂ. അപ്പോ അവര് പാടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളതാണ്. എന്റെ കേമത്വങ്ങള് അവര് വാതോരാതെ അനസ്യൂറ് അങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. അതാണ് എന്റെ തത്വത്തെ. അത് തത്വതോ മാം, എന്റെ തത്വത്തെ നീ കുറിച്ച് അറിയില്ല. അങ്ങനെ അറിയാതെ കണ്ട് നീ ഇപ്പൊ എന്താ ചെയ്യണത്? എന്താ ചെയ്തത്? നീ യുദ്ധത്തിനായി കൊണ്ടുവന്നോ നീ എന്നോട് യുദ്ധത്തിനായിട്ട് അല്ലേ? എന്ത് ഊറ്റത്തുണ്ട് നിനക്ക് എന്റെ മുമ്പിൽ വന്നങ്ങനെ ഞൊളിഞ്ഞു നിൽക്കാനായിട്ട്? യുദ്ധം ചെയ്യ. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള നീ എന്താ ഫലം? അസ്യഫലം അനുഭവ, അതിന്റെ ഫലം അനുഭവിക്ക്.
നീ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നല്ലേ? എന്താ എങ്ങനെ വന്നു? ഫലമനുഭവ. ആ അവിവേകത്തിന്റെ ഫലം നീയെ ഇനി യുദ്ധം ചെയ്ത് കഴിഞ്ഞ പ്രാണം പോവാറാവുമ്പോഴേ ആലോചിക്കുള്ളൂ. എന്താ ഇതൊരു അവിവേകമായിരുന്നു, ചെയ്യാൻ പുറപ്പെടണ്ടായിരുന്നു. അതിനാണല്ലോ വിവേകമില്ലായ്മ. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും വിവേക ബുദ്ധിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അത് ചെയ്യാതെ കണ്ട് വീണ്ടും വിചാരം ഇല്ലാതെ കണ്ട് ചെയ്യാൻ പുറപ്പെടുന്നതിനെയാണ് അവിവേകം അവിവേകം എന്ന് പറയുക, അല്ലേ? എന്ത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും അത് ചെയ്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഭാവി എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നീയെ ഒന്നും ആലോചിക്കാതെ കണ്ട് എന്റെ തത്വത്തെ മനസ്സിലാക്കാണ്ട് എന്നോട് യുദ്ധത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആ യുദ്ധത്തിനായി വന്നത് ഹേതുവായിട്ട് നീയെ ആ യുദ്ധം കൊണ്ട് ഈ അവിവേകത്തിന്റെ ഫലം അനുഭവിക്ക. ഇത് കേട്ടു ഭഗവാൻ. അർജുനന് കോപം വന്നുണ്ട്. നന്നായി കേമായി. ഇപ്പൊ അർജുന അസ്ത്രം പ്രയോഗിക്കും, ഇപ്പൊ പ്രയോഗിക്കും. അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോ അർജുനൻ ഒന്നും ചെയ്യണില്ല. നീ അനുഭവിക്കും പറഞ്ഞാണ് നിൽക്കുക, ഒന്നും ചെയ്യണില്ലേ തിരിച്ച്. നീ അനുഭവിക്കുന്നു പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അർജുനൻ ഇപ്പൊ അസ്ത്രം പ്രയോഗിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പ്രയോഗിപ്പിക്കും. എന്താണല്ലേ? മനസ്സിലായി? എന്താ ഇപ്പം കേമായിട്ട് അഭിമാനമായിട്ട് കണക്കാക്കണത് എന്താ? വംശത്തിനൊക്കെയാ, അല്ലേ? ഇവന്റെ വംശം അധികമാണ് എന്നുള്ള അഹങ്കാരമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്താ അതിനെ തന്നെ ആക്ഷേപിക്കുക. അർജുന നീയാണ് അല്ലേ അർജുനൻ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അർജുന, നിന്നെ കുറിച്ച് മാത്രല്ല ഞാൻ കേട്ടത്, നിന്റെ പൂർവികന്മാരായിട്ടുള്ള എല്ലാവരെയും കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്താണ് എന്താണല്ലേ? ക്ഷുദ്ര കിരാ ക്ഷുദ്ര ക്ഷിതിപതി വംശഹീട ജഗത്സാരം മാമവഗച്ഛ സമൃതം ത്വം യദ്വംശം വ്യപദിശതി സ്ഫുടം തമേനം ജാനാമ്യേഷ പ്രകടകലങ്കബംഹിമാനം രേ ക്ഷിതിപതി വംശഹീടാ. അല്ലേ ക്ഷിതിപതി വംശഹീടം? ക്ഷിതിപതി വംശഹീടനാണ് നീ. ക്ഷിതിപതി വംശത്തിങ്കൽ കീടമായിട്ടുള്ളവൻ. ക്ഷിതിപതി വംശം എന്താ? രാജസമൂഹം. ആ രാജസമൂഹത്തില് പുഴു എന്ന് പറയാൻ കാരണം എന്താ? ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും നന്നായിരുന്നു, പക്ഷെ നീ മാത്രം അബദ്ധായിരുന്നു. എന്താ ഈ പുഴു വന്നാ കഴിഞ്ഞില്ലേ? പുഴു വന്നാ എന്താ എടുത്തങ്ങോട്ട് കളയുക അല്ലേ പറ്റുള്ളൂ? പുഴു നല്ല പുഴു വന്നിട്ടുണ്ട്, നല്ലതായിരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ചലത്താറും അതുകൊണ്ട് അതിനുള്ള പതിവ് എന്താ അതിനങ്ങോട്ട് കളയും. എന്താ അങ്ങനെ പുഴു ആണെന്ന് പറയാൻ കാരണം എന്താ? ക്ഷുദ്രനാണ്. എന്താ ദുർബുദ്ധിയായിട്ടുള്ളവനാണ് നീയ്. അങ്ങനെയുള്ള നീയ് എന്നെ മനസ്സിലാക്ക്, എന്നെ മനസ്സിലാക്ക്. നീയ് കാട്ടാളാ, നിന്നെ മനസ്സിലാക്കാനോ? നിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എന്താണല്ലോ? നീ ഒരു ആട്ടാളൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അർജുന അങ്ങനെയല്ല. ഞാൻ ആരാന്നല്ലേ? ഞാൻ ജഗത് സാക്ഷാരം ജഗത് കർത്താരം അവഗച്ഛ. ജഗത് കർത്താവായിട്ടുള്ള എന്നെ മനസ്സിലാക്ക്. ജഗത് കർത്താവ്, കർത്താവാണ് ഞാൻ. എന്ത് കർത്താവ്? കർത്താവോ? ആ കർത്താവല്ല കേട്ടോ, ഇത് വേറെ കർത്താവ്. ഇനി അതും കൂടി മതി അവർക്ക്. ഇതും കൂടി പിടിക്കാൻ നോക്കിക്കൊണ്ട് കിടക്കുക. ഇത് പറഞ്ഞിട്ടുണ്ട്, ഇന്നാള് പറഞ്ഞിട്ടുണ്ട് ഇതാ കർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതും കൊണ്ടു കിടക്കണ കാണാം. അങ്ങനെയല്ല, ഇതല്ല. ജഗത് കർത്താരം
ജഗത്കർത്താവ്, എന്താ ത്രൈലോക്യനാഥനായിട്ടുള്ള ആളാണ് ഞാൻ. ഭഗവാൻ എന്താ അങ്ങനെ പറഞ്ഞേ? ഭഗവാൻ കാട്ടാളന്റെ വേഷം സ്വീകരിച്ച് അർജുനന്റെ അടുത്ത് ചെന്നത് എന്താ? ഭഗവാനോട് യുദ്ധം ചെയ്യുകയാണെന്ന് അർജുനൻ മനസ്സിലാവരുതെന്ന് വിചാരിച്ചിട്ടല്ലേ കാട്ടാളന്റെ വേഷം കിട്ടിയത്. ഇനിയിപ്പോ ഭഗവാൻ ഈ കാട്ടാളന്റെ വേഷം കെട്ടിയിട്ടന്നെ അർജുനോട് പറയും ഞാൻ ജഗത്കർത്താവാ എന്ന് പറയാനുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ ഭഗവാൻ അങ്ങനെ നിരീച്ചതാ. മനസ്സിലാക്കി വെച്ചാ മനസ്സിലാക്കിക്കോട്ടെ. അർജുന ഞാൻ ജഗത്കർത്താവാണ് കേട്ടോ, മനസ്സ് നിർത്തിയിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാ മതി. ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചേ ആ അർജുനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് പറയാറുന്നില്ല അങ്ങ് ആരാണോന്നുള്ളത്. പറഞ്ഞാ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു ഞാൻ ജഗത്കർത്താവാണെന്ന് അവനോട് പറഞ്ഞതാണ്. അർജുനൻ മനസ്സിലാക്കാത്ത എന്റെ വിഷയമല്ല. അർജുനനെ മനസ്സിലാവാതെ കണ്ടിരിക്കുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അർജുനൻ മനസ്സിലാക്കേണ്ട ചുമതല അർജുന, പറയേണ്ട ചുമതല എനിക്കുള്ളൂ. ഇങ്ങനെ പറയാലോ അദ്ദേഹത്തിന്. ഇത് അർജുനെ നിങ്ങട് കേട്ട അവസരത്തില്, അർജുനന്റെ അഹങ്കാരം കൊണ്ട് അർജുനെ നിങ്ങട് കേട്ട അവസരത്തില് ഇവനാ ത്രൈലോക്യനാഥനാ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഒരു പലതും തോന്നും. ത്രൈലോക്യനാഥനാണെന്നോ മറ്റേതാണെന്നോ വർഷതാണെന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യവര്. ഒരു കോളരുതാത്തവൻ അവൻ എന്റെ മുമ്പില് ഞാൻ ത്രൈലോക്യനാഥനാ എന്ന് പറഞ്ഞു നിൽക്കണത്. നീയ് ഇത്രയും പന്തല്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിണ്ടായില്ല. നിനക്ക് എന്തും പറയാന്നായോ എന്റെ മുമ്പിൽ വന്നിട്ട്. അയ്യോ ത്രൈലോക്യനാഥനോ കാട്ടാള കുഴിയൻ അവൻ എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയണോ. ഇത് കേട്ടു ഭഗവാൻ. ഞാൻ എത്ര പറയാൻ പുറപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. എന്താ അർജുനൻ മനസ്സിലാവുമൊന്നുമില്ല. അർജുനനെ എന്തായാലും മനസ്സിലാവാതെ അഹങ്കാരം എത്രത്തോളം ഉണ്ട് മനസ്സിലായി. അർജുന ഇനി ഞാൻ ആരാന്നല്ല പറയണത്. പിന്നെന്താ നിന്റെ കാര്യങ്ങളാ ഞാൻ പറയാൻ പോണേ. എന്താ നിന്റെ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ യാതൊരു വംശത്തെ കുറിച്ച് നീയെ വ്യപദേശിക്കണു. നീ ഒരു വംശത്തെ കുറിച്ച് പറയണ്ടായില്ലോ. ആ വംശത്തെ കുറിച്ച് എന്താ സ്ഫുടം സ്ഫുടമാകും വണ്ണം എനിക്ക് ഞാൻ മനസ്സിലാക്കണു അത് ഏതാ വംശം എന്നുള്ളത്. ആ വംശത്തിന്റെ കേമത്ത് എത്രത്തോളം ഉണ്ടോ എന്നുള്ളതേ എനിക്കറിയാം. ഏത് വംശ കാട്ടാളൻ ഏത് വംശത്തിന്റെ കാര്യം അർജുനൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വംശത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതാ എന്നെ കൊണ്ടവൻ പറയിപ്പിക്കും. എന്താ സോമവംശം. അതിനെപ്പറ്റി പറയണ്ടായില്ലേ? സോമവംശം അധികമായിട്ടുള്ള വംശമാണ്. ആ കേമത്ത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാവുന്ന പറഞ്ഞേ. എന്താണല്ലേ സ്വതേ അവന്റെ ആ വംശത്തിന്റെ പേര് സോമവംശം എന്നല്ല പറയാറ് പതിവ്. എന്താ ആ പേര് മാറ്റിയതാ. മാറ്റുക എന്താ മാറ്റാൻ കാരണം എന്താ? അവന്റെ അപകടം കാരണ. എന്താണ് പ്രകടിത കളങ്കബംഭിമാനം വംശം. പ്രകടിത കളങ്കബംഭിമാവായിട്ടുള്ള വംശ, പ്രകടിതമായിട്ടുള്ള കളങ്കം കൊണ്ട് കളങ്കത്താൽ ബംഭിമാവായിട്ടുള്ളതാണ്. പ്രകടിതമായിട്ടുള്ള കളങ്കം കളങ്കം പ്രകടമാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്താ സോമൻ എന്ന് പറഞ്ഞ ആരാ? സോമന്റെ ഒരു കളങ്കം കണ്ടിട്ടുണ്ടോ? കളങ്കിയാണ് സോമൻ എന്ന് പറയാറ് പതിവില്ലേ. ഈ കളങ്കം ആരും ശ്രദ്ധിക്കാണ്ടിരിക്കാനാ ഈ പേര് മാറ്റിയതേ. സ്വതേ അവന്റെ ആദ്യത്തെ പേര് ഇതല്ല, സോമൻ എന്നല്ല പേര്. എന്താ അവന്റെ ശരിക്കുള്ള പേര് ശശി എന്നാണ്. ഇത് കഴിഞ്ഞപ്പോ അവൻ പേരെങ്ങോട്ട് മാറ്റി. എന്താ കാരണം വെച്ചാ ഇപ്പോഴും ആ പേര് വിളിച്ചാൽ എങ്ങനെയായോ എന്നാ ചോദിക്കുക. ശശി ഒക്കെ അങ്ങനെ ആയില്ലേ, അങ്ങനെയാ ചോദിക്കലേ. ഇപ്പൊ സോമനും അതുപോലെയൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇല്ലായൊന്നുമില്ല. അതെന്താ സോമന്റെ ചന്ദ്രന്റെ ആ ഊറ്റത്തം ചന്ദ്രന്റെ ചന്ദ്രന്റെ മോഹം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. എന്താണ് ആ കേമത്തെ ആ കളങ്കം എല്ലാവരും കാണാനായിട്ട് അവസരം ഉണ്ടായത് ആ ചന്ദ്രന്റെ കേമത്വം കൊണ്ടാ. എന്താ അങ്ങനെ കാണാൻ കാരണം എന്നാണെങ്കിൽ അർജുന എനിക്ക് കൃത്യമായിട്ട് അറിയൊന്നുമില്ല കേട്ടോ. ഞാൻ എന്റെ പൂർവികൻ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ട് പറയണോന്നുള്ളൂ. എന്റെ കാരണവര് പറയണതേ
അല്ലാതെ കണ്ട് കേമായിട്ട് പഠിച്ചിട്ടൊന്നും പറയണതല്ല, കേട്ട് പറയുക അത്രേ ഉള്ളൂ. എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു തരാട്ടോ. അപ്പൊ ഞാൻ എനിക്കും ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാം. അർജുന, എന്താ വെച്ചാൽ നിന്റെ വംശത്തിന്റെ കാര്യം നിനക്കാ കൂടുതൽ അറിയി. ഞാൻ കേട്ട് കഴിവുള്ളവനാണ്, നിനക്ക് നല്ലോണം അനുഭവം ഉള്ളവനാ. ഇതെന്താ കാരണം വെച്ചാൽ ആ ചന്ദ്രന്റെ ആ കളങ്ക എല്ലാവരും കാണാൻ കാരണമായതെന്താ? അത് സ്വാഹ കാരണ. സ്വാഹ എന്താ സ്വാഹ കാരനാണോ എന്ന് പറയാൻ കാരണം? സ്വാഹ ആരാ? സ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ. അഗ്നിക്ക് എത്രത്തോളാണ് സ്വാഹയോട് ഇഷ്ടം എന്ന് കണക്കില്ല, അത്ര ഇഷ്ട. എന്താ കാരണം വെച്ചാൽ സ്വാഹയെ എപ്പോഴും കൂടെ കൊണ്ടുകൊടുക്കും. എന്താ അതിനൊരു കാരണമുണ്ട്. എന്താ സ്വാഹയെ പോലെ എത്ര സുന്ദരിയായിട്ട് വേറെ ആരും ഇല്ല. സൗന്ദര്യം ഉണ്ടായാൽ പിന്നെ ഭർത്താക്കന്മാരുടെ സമാധാനം പോയില്ലേ? എവിടെയെങ്കിലും ഇരുത്തി പോകാൻ പറ്റൂ? എന്താ എവിടെയെങ്കിലും ഇരുത്തിക്കൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയാലോ? ആ പേടിയാ. ആ പേടിയാവുമ്പോ എന്താ, സ്വാഹ എടുത്ത ഉള്ളിക്കാക്കും. അഗ്നി ഉള്ളിക്കാക്കിയിട്ട് നടക്കും. ഇങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പുറപ്പെടും. പിന്നെ എപ്പോഴാ പുറത്തേക്കാക്കുക? പുറത്തേക്കാക്കല്ല, സന്ധ്യാവന്തന സമയത്തെ പുറത്തേക്കാക്കുള്ളൂ. എന്താ സന്ധ്യാവന്തനം ചെയ്യുമ്പോ പരസ്പർശം ഉണ്ടാവരുതെന്നാണ്. അപ്പോ സന്ധ്യാവന്തനം ചെയ്യാനായിട്ട് സമയമായാൽ നോക്ക് എവിടെയാ കൊണ്ടിരുത്താൻ പറ്റുക? ആരും ഇല്ലാത്ത ദിക്കിൽ കൊണ്ടിരുത്തണേ. ആരെങ്കിലും കണ്ടാലോ? കാണണ്ടിരിക്കണല്ലോ. എവിടെ ഇരുത്താൻ പറ്റുക നോക്കുമ്പോ അവിടെ പാടായിട്ട് സ്ഥലം, അവിടെ കൊണ്ടിരുത്താം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിരുത്തി ഇരുത്തി ഇവിടെ ഇരിക്കൂട്ടാ പറഞ്ഞ അഗ്നി സന്ധ്യാവന്തത്തിൽ പോയി. അപ്പോ ആ സമയത്താണ് ചന്ദ്രൻ വിളിച്ചത്. എന്താ കാരണം വെച്ചാൽ ഈ അസ്തമന സമയത്താണ് സന്ധ്യാവന്തനം ചെയ്യേണ്ടത്. ഇപ്പൊ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും ഒരേ സമയമായിട്ടുള്ള സമയം, അത് എപ്പോഴാണെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളുണ്ട്. അപ്പൊ ചന്ദ്രനെ കൂടെ ചന്ദ്രൻ ഉദിച്ച് നോക്കുക. എന്നുവെച്ചാൽ ചന്ദ്രൻ എല്ലാവർക്കും സന്തോഷത്തെ കൊടുക്കണ ആളാണല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്വാഹ കണ്ടു. സ്വാഹ കണ്ട ഇതിനെ കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും. എന്താ അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് കാണാൻ കാരണം വെച്ചാൽ ചന്ദ്രന് അങ്ങനെ ഒരു വിശേഷത ഉണ്ട്. 27 ഭാര്യമാരാ. ചന്ദ്രന്റെ സ്ഥിതിക്ക് അങ്ങനെ കാണേണ്ട അവസ്ഥയാണ്. അപ്പോ നോക്കിയപ്പോ തരക്കേടൊന്നുമില്ലല്ലോ. ഏതാത്? അപ്പൊ ചന്ദ്രൻ അവിടെ നിന്ന് ഇരുന്നിട്ട് ഇരിക്കപ്പെടുത്തി ഇല്ലാണ്ടായപ്പോ ചന്ദ്രൻ അവിടെ ഇറങ്ങിയിട്ട് വന്നു. ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ ഇവളുടെ അടുത്തേക്കാ വന്നത്. ഇവള് ചന്ദ്രനെ കണ്ടിട്ടുണ്ട്. എന്താ അഗ്നിയുടെ അടുത്തേക്ക് വരുമ്പോ അഗ്നിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭാഷണം നടത്താൻ അഗ്നിയുടെ അടുത്ത് വരാറ് പതിവുണ്ട്. അപ്പൊ അഗ്നിയുടെ ഉള്ളിലാ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവളെ കണ്ടിട്ടില്ല, ഇവള് ചന്ദ്രനെ കണ്ടിട്ടുണ്ട്. അപ്പോ ആരാ അത്? അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം എന്ന് പറഞ്ഞ ഭർത്താവ്. ആരാ ഭർത്താവ്? അഗ്നിയാണ്. സ്വാഹ. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്താ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണത്? എന്താ നല്ല ക്ഷീണുണ്ടല്ലോ. എന്താ? അദ്ദേഹം എന്നെ ഇവിടെ ഇരുത്തി പോയിരിക്കുകയാണ്. എങ്ങടാ പോയേ? അല്ല അത് അദ്ദേഹം ഇപ്പൊ വരും. അദ്ദേഹം വരൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്താ പോ? അല്ല അദ്ദേഹം സന്ധ്യാവന്തനത്തിനായിട്ട് പോയിരിക്കുകയാണ്. സന്ധ്യാവന്തനം പോയിരിക്കുകയാണോ? അങ്ങനെ ആ ദിവസം അപ്പോഴേക്കും അഗ്നി വരാറായി. അതെ, നാളെ വരാട്ടോ. അല്ല നാളെ വരണം. ഇല്ലില്ല, ഞാൻ കാണാൻ എന്തായാലും വരാം. ചന്ദ്രൻ പോയി അഗ്നി വന്നു സ്വാഹ ഉള്ളിലേക്ക് ആക്കി. ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി, സന്ധ്യാവന്തനത്തിനുള്ള സമയമായി. സ്വാഹയെ പുറത്തേക്ക് ഇറക്കി വെച്ചു. ഒരു ദിവസം ഇരുത്തിയ ദിക്കിലായിരിക്കില്ല വേറെ ദിവസം ഇരുത്തുക. എല്ലാ ദിക്കിലും എല്ലാ സമയത്തും ഒരേ ദിക്കിൽ ഇരുത്തി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ? അപ്പൊ എന്താ അവിടെ അപ്രായിട്ട് മാറ്റിയിരുത്തില്ല. അപ്പൊ അങ്ങനെ ഇരുത്തി സന്ധ്യാവന്തനത്തിൽ പോയി. ചന്ദ്രൻ ഉദിച്ചു. ചന്ദ്രൻ ഉദിക്കണ ഇവിടെ എവിടെ ഇരിക്കണേ നോക്കിക്കൊണ്ടാ. സ്ഥലം മാറിയുണ്ട്. നേരെ ചന്ദ്രനോട് പോന്നു. അല്ല അപ്പൊ
അദ്ദേഹം ഇപ്പൊ സന്ധ്യാവനം കഴിഞ്ഞ് വരും. ആണോ? അപ്പൊ വരുമോ? എന്നാ അതിന് മുമ്പ് ആവാൻ പൂക്ക്. ഒന്നുമില്ല, ഞാൻ വെറുതെ നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വരവ് കുറച്ച് കാലുണ്ടായി. പിന്നെന്താ, സ്വാഹിത്യം കാണാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കണ്ട് ആണല്ലോ ലോഹിയാവുക. അങ്ങനെ ഒരിക്കലും അവസാനത്തിന് ചന്ദ്രന് വല്ലാത്ത സംശയം, എങ്ങനെ ഈ അഗ്നി ഉള്ളിലേക്ക് ആക്കണേ, അതൊന്നും അറിയണല്ലോ. അപ്പൊ നേരെ ഒരു ദിവസം അഗ്നി സന്ധ്യാവനത്തിനായിട്ട് പോയിട്ട് ഇവിടെ പുറത്തേക്ക് ഇറക്കി വെച്ച് മുമ്പ് ചന്ദ്രൻ വന്നു. ചന്ദ്രൻ വന്ന്, അദ്ദേഹത്തിന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടോ? സ്നേഹമുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോ പറയും. ഈ സ്നേഹം ഉണ്ട് പറയാൻ എന്തെങ്കിലും ചെലവുണ്ടോ? പറയണതിനൊരു ചെലവില്ല. അല്ല, അതല്ല, സ്നേഹമുണ്ട് അദ്ദേഹത്തിന്. ആണോ? നമ്മ തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ തെളിയിക്കേണ്ടത്? ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ ചെയ്താൽ മതി. എന്നാ ഞാൻ വിശ്വസിക്കാം. എന്താ ഞാൻ ചെയ്യണ്ടേ? സ്വാഹ ഒരു കാര്യം ചെയ്യാം, അഗ്നിയോടൊന്ന് ചോദിക്കണം, ഇതെങ്ങനെയാ സ്വാഹ ഉള്ളിലേക്ക് ആക്കണേ. അങ്ങനെ സ്വാഹയോട് അഗ്നി അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അഗ്നിക്ക് സ്വാഹയോട് സ്നേഹം ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കാം, ഞാൻ സമ്മതിക്കാം. വേഗം ചോദിക്കണം കേട്ടാ. പോയി നേരെ അഗ്നി സന്ധ്യാവനൊക്കെ കഴിഞ്ഞു വന്ന് സ്വാഹ ഇങ്ങോട്ട് എടുത്ത ഉള്ളിലേക്ക് ആക്കണല്ലോ. ഉള്ളിലേക്ക് ആക്കാനായി പോയപ്പോഴാണ് സ്വാഹ അവിടെ നിന്ന്, അതെ അപ്പോഴേ എന്തോ വിളി കേട്ട് കഴിഞ്ഞ എന്തോ സാഹചര്യത്തിൽ വിളിക്കണ പോലെ അല്ലേ തോന്നുക. തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ കുലസ്ത്രീകളായിട്ടുള്ളവര് ഭർത്താവിന്റെ പേര് വിളിക്കരുത്. ഇപ്പോഴത്തെ അല്ലാട്ടോ, പണ്ടത്തെ കാര്യമാണ്. എന്താ ഇപ്പൊ എന്താ ഭർത്താവിന്റെ പേരിന്റെ കൂടെ ഓരോ അക്ഷരങ്ങൾ കൂട്ടിയിട്ടാ, ടാട്ടേട്ടോ ടു ഓരോ അക്ഷരങ്ങൾ കൂട്ടിയിട്ടുള്ള വിളിയാ. ഏതക്ഷരാ? ടാനാണോ ടേനാണോ ഏതാ ടൂന്നാണോ ഏതാ? ഭർത്താവ് ഇങ്ങനെ കിട്ടുകിട്ടിങ്ങനെ പറക്കണാണോ? അല്ല, എന്റെ അണ്ടൊക്കെ വന്നു വിളിക്കും. അതേ വിളി കേട്ട് ശീലമുള്ള ഭർത്താവ് എന്താ ചോദിക്കും. അല്ല, എന്നോട് സ്നേഹം ഉണ്ടെന്നല്ലേ? അപ്പൊ എന്താ അപ്പൊ അതിന് ഇത്ര സംശയം? എന്താ എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ? എന്താ എങ്ങനെ എന്നെ എൻ്റെ ഉള്ളിലേക്ക് ആക്കണേന്നൊന്ന് പറഞ്ഞു തരുമോ? സ്വാഹേ, ഞാനല്ലേ ഉള്ളിലേക്ക് ആക്കണ? ഞാൻ അറിഞ്ഞാ പോരെ? സ്വാഹയല്ലേ ഉള്ളിലേക്ക് പോകണല്ലേ? ഉള്ളിലേക്ക് പോകണ ആളറിയേണ്ട ആവശ്യം ഉണ്ടോന്ന്? ഉള്ളിലേക്ക് ആക്കണ ആളറിഞ്ഞാ പോരെ? സ്നേഹം ഉണ്ടോന്നൊന്നും കരഞ്ഞു തുടങ്ങിയപ്പോ എന്താ അഗ്നി ഇത് അത്ര ഇഷ്ടമാണ് സ്വാഹേ. അതൊരു മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ഉള്ളിലേക്ക് പോണത്. ഉള്ളിലേക്ക് പിറ്റേ ദിവസമായി സന്ധ്യാവന സമയം സ്വാഹ പുറത്തേക്ക് ഇറക്കി വെച്ചു. അഗ്നി സന്ധ്യാവനത്തിന് പോയി. സന്ധ്യാവന ചന്ദ്രൻ വേഗം പോന്നു. അഗ്നി പോവാൻ നോക്കിക്കാ ചന്ദ്രൻ വരാൻ. സ്വാഹേ എന്തായി അറിഞ്ഞോ? അത് അറിഞ്ഞു. അത് ഒരു മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് പറഞ്ഞത്. എന്നാലും എനിക്കത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്നേഹം ഉണ്ടെന്നുള്ളത്. സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക് ആ മന്ത്രം എനിക്ക് ഉപദേശിച്ചു തരില്ലേ? നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിക്കാം. ചന്ദ്രൻ പോയി, അഗ്നി വന്നു. സ്വാഹ ചോദിച്ചു, ചന്ദ്രൻ ഒന്ന് ഉപദേശിച്ചു തരുമോ? സ്വാഹ എന്തിനാ ഇതൊക്കെ ഉപദേശിച്ച്? ഞാനല്ലേ ഉപയോഗിക്കുള്ളൂ, ഞാൻ ഉപയോഗിച്ചാൽ പോരെ? സ്വാഹയ്ക്ക് ഇങ്ങനെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാന്ന് പറഞ്ഞിട്ട് സ്വാഹയുടെ നിർബന്ധപ്രകാരം അഗ്നി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. സ്വാഹ ഉള്ളിലേക്കാക്കി. പിറ്റേ ദിവസം സന്ധ്യാവന സമയമായി. സ്വാഹയെ പുറത്തേക്കാക്കി. അഗ്നി പോയി, സന്ധ്യാവനമായിട്ട് പോയി. അപ്പൊ എന്താ ചന്ദ്രൻ വന്നു. സ്വാഹേ എന്തായി? അത് മന്ത്രോപദേശം ഉണ്ടായിട്ടുണ്ട്. ഉപദേശിക്കലൊക്കെ കഴിഞ്ഞോ? അത് ഫലിക്കുമെന്ന് പരീക്ഷിക്കണ്ടേ? അപ്പൊ അതിന് എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താൽ മതി. സ്വാഹ ആ മന്ത്രം ഉപയോഗിച്ച് എന്നെ സ്വാഹയുടെ ഉള്ളിലേക്കാക്കുക. അത് ശരിയാണ്. മന്ത്രം ലഭിച്ചാൽ ഉപയോഗിച്ച് ഫലാണോ എന്ന് നോക്കണേ. അപ്പൊ എന്താ ആ ചന്ദ്രൻ പറഞ്ഞത് കേട്ടോ, സ്വാഹ ആ മന്ത്രം ഉപയോഗിച്ച് സ്വാഹയുടെ ഉള്ളിലേക്ക് ചന്ദ്രനെ ആക്കി. അപ്പോഴേക്കും അഗ്നി വന്നപ്പോഴോ സ്വാഹ ഉള്ളിലേക്കാക്കി. അപ്പൊ എന്താ അഗ്നിയുടെ ഉള്ളിൽ സ്വാഹയുടെ ഉള്ളിൽ ചന്ദ്രൻ.
അങ്ങനെ ഉള്ളിലിരിക്കുകയല്ലേ. കുറച്ചേ കഴിഞ്ഞപ്പോ ചന്ദ്രൻ അവിടെ ഇരുന്ന് സ്വാഹേ എന്നെ പുറത്തേക്ക് ഇറക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സ്വാഹ ആ മന്ത്രം കൊണ്ട് പുറത്തേക്ക് ഇറക്കി. അപ്പൊ എന്താ ഫലത്തിൽ എന്താ ഉണ്ടായത്? അഗ്നിയുടെ ഉള്ളിലുള്ള സ്വാഹയും ചന്ദ്രനും രണ്ടുപേരും സുഖമായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എന്താ ചന്ദ്രനെ കാണാനില്ല. ദേവന്മാര് മുഴുവൻ അന്വേഷിച്ചു പുറപ്പെട്ടു. എവിടെ ചന്ദ്രൻ? എവിടെ ചന്ദ്രൻ? എവിടെ? ലോകത്തിലുള്ള എല്ലാ ദിക്കിലും അന്വേഷിച്ച് ബ്രഹ്മലോകത്ത് വന്നു. ബ്രഹ്മലോകത്ത് വന്നപ്പോ എന്താ ബ്രഹ്മാവിനെ അറിയില്ല ചന്ദ്രൻ എവിടെയാ പോയെന്ന്. അപ്പൊ ബ്രഹ്മാവും കൂടി പുറപ്പെട്ട് നേരെ ക്ഷീരാബ്ധിയിൽ വന്നു. ക്ഷീരാബ്ധിയിൽ ചെന്ന് ഭഗവാൻ ശ്രീനാരായണനോട് ചോദിച്ചു. ഭഗവാൻ അറിയാം എവിടെയാ ഇരിക്കണം എന്നുള്ളത്. ഓ ദേവന്മാരെ, ഒരു കാര്യം, ചന്ദ്രൻ എവിടെയാണോ എന്ന് അറിയണമെന്നല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ഒരു കാര്യം ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒരു മന്ത്രം കൂടി ഉപദേശിക്കും. ആ മന്ത്രം ഉപദേശിക്കുമ്പോൾ അത് ഞാൻ ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. അത് കേട്ട മാത്രമേ അത് ഗ്രഹിക്കണം. ഗ്രഹിച്ച് അത് ഒരു പ്രാവശ്യം ഇവിടെ ചെല്ലിയാൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടും. ആർക്കാ പറ്റിയ? ദേവന്മാരോട് ചോദിച്ചു. ഇന്ദ്രൻ പറ്റുമോ? അല്ല, അത് ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും സാധിക്കില്ല. 100 പ്രാവശ്യം തന്നെ ജയിച്ച വരില്ല. എന്നിട്ടാണ് ഒറ്റ പ്രാവശ്യം. ആർക്കാ? വായുവിന് പറ്റുമോ? അത് എന്നെ കൊണ്ടും സാധിക്കില്ല. പിന്നെ ആർക്കാ പറ്റിയ? യമനെ കൊണ്ട് എന്നെ കൊണ്ടും സാധിക്കില്ല. എന്താ വരുണനെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ടും സാധിക്കില്ല. അപ്പോഴാണ് എന്താ അഗ്നിക്ക് സാധിക്കുന്നു. ഇത് വാഗ്മിയാണ്. അത്രയും ഗ്രാഹ്യശക്തി കൂടുതലാണ് അഗ്നിക്ക്. അഗ്നി എന്താ അവിടെ ഇങ്ങനെ മാറിയിരിക്കണത്? അഗ്നിക്ക് സാധിക്കുമോ? അങ്ങയുടെ കരുണയുണ്ടെങ്കിൽ സാധിക്കും. അഗ്നി ഒരു കാര്യം ചെയ്യും, പോയി കുളിച്ച് ശുദ്ധമായിട്ട് വരൂ. പോയി കുളിച്ച് ശുദ്ധമായിട്ട് വന്നു. അഗ്നി പ്രിയു മുമ്പിലിരുത്തി ഭഗവാൻ, അഗ്നി ഞാനിപ്പൊ മന്ത്രം കൂടി ഉപദേശിക്കാൻ പോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്. എന്താ ഇത് 4 ചെവിയെ കേൾക്കാൻ പാടുള്ളൂ. 4 ചെവിയെ കേൾക്കാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ പിന്നെയും പറയുന്നു, 4 ചെവിയെ കേൾക്കാൻ പാടുള്ളൂ. എന്താ വെച്ചാൽ ഉപദേശിക്കുന്നവന്റെ 2 ചെവിയും ഉപദേശം സ്വീകരിക്കുന്നവൻ 2 ചെവിയും, അങ്ങനെ 4 ചെവി. എന്താ 4 ചെവിയാണോ അഗ്നിയിടയിലുള്ളത്? ആ സ്വാഹയം ചന്ദ്രനുള്ളിരിക്കണ്ടേ. അപ്പൊ എന്താ അവരുടെ 2 ചെവി കണക്കാക്കണ്ടേ? പിന്നെ ഭഗവാൻ, അഗ്നി ഞാൻ വീണ്ടും പറയാണ്, 4 ചെവിയെ കേൾക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അഗ്നിക്ക് അതാണല്ലേ എന്നാ നേരെയാക്കാമെന്ന് പറഞ്ഞ ആ സ്വാഹയെ പുറത്തേക്ക് അങ്ങോട്ട് എടുത്തു. എടുത്ത സമയത്ത് പ്രകടിത ചന്ദ്രൻ മേപ്പട്ടേക്ക് അങ്ങോട്ട് പോണതാ. സ്വാഹ മാത്രമല്ല പുറത്തേക്ക് വന്നത്, ചന്ദ്രനും കൂടിയാ വന്നത് പുറത്തേക്ക്. ഇതെങ്ങനെയാ വന്നതെന്ന് ആലോചിച്ചാൽ മതി. കളങ്കം കാണാൻ പാകത്തിനാ വന്നക്കണേ. അർജുന കഷ്ടം, അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. നിന്റെ വംശത്തിന്റെ നാഥന്റെ കാര്യ പറയണത്. അയ്യേ കഷ്ടം, ഇത്രത്തോളം ഉണ്ട് നിന്റെ വംശത്തിന്റെ കേമത്തം. അവിടെ നിന്ന് തുടങ്ങിയതല്ലേ നിന്റെ വംശം, അവനിൽ തുടങ്ങിയതല്ലേ. മതി, എത്രത്തോളം കേമത്തം ഉണ്ടോന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ കേമ ഊറ്റത്തങ്ങനെ പറഞ്ഞേ പറയണല്ലോ, അത്രയൊക്കെ ഉള്ളൂ, എനിക്കറിയാം. യോ കഷ്ടം. ഇങ്ങനെ ഭഗവാൻ ശ്രീപരമേശ്വരൻ അർജുനന്റെ മനസ്സിങ്കൽ ക്രോധത്തെ ജനിപ്പിക്കുവാനായിക്കൊണ്ട് അഭിമാനിയായിട്ടുള്ള അർജുനനെ നിന്ദിക്കാനായിക്കൊണ്ട് പുറപ്പെട്ട അവസരത്തിങ്കൽ അർജുനന്റെ വംശത്തെ തന്നെ നിന്ദിച്ചു തുടങ്ങാം എന്ന് നിശ്ചയിച്ച് വംശനാഥനായിട്ടുള്ള സോമനെ അതിനിശിതമാകും വണ്ണം നിന്ദിച്ചും കൊണ്ട് ഓരോരോ വാക്കുകളെ പറഞ്ഞും കൊണ്ട് ആയോടെ ചെയ്തു. ഇങ്ങനെ ഭക്തവത്സരനായിരിക്കുന്ന യാതൊരു ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരൻ അർജുന മനസ്സിങ്കൽ ക്രോധത്തെ ജനിപ്പിക്കുവാനായിക്കൊണ്ട് സോമവംശനാഥനായിട്ടുള്ള ചന്ദ്രനെ ആക്ഷേപിച്ച് പിന്നെയും ഓരോരോ വാക്കുകളെ പറഞ്ഞും കൊണ്ട് ആയവിടെ വർത്തിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ